അപ്പോൾ നമ്മുടെ ഈ സംഘബോധത്തെപ്പറ്റി ഖുർആനിൽ ഒരുപാട് പരാമർശങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പരാമർശം അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ സൂറത്തു സഫിലെ 4-ാമത്തെ വചനം ഞാൻ ഓതി വെച്ച ആയത്ത്, ഇന്നല്ലാഹ യുഹിബ്ബുല്ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫൻ. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പ്രവർത്തനത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലെ പ്രവർത്തനം സഫായിട്ട്, യുദ്ധമാണ് ഇവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത്, ഒരു സഫായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ആ ചേർന്ന് നിൽക്കൽ, ആ കൂട്ടായ്മയെ പറ്റിയുള്ള വളരെ പ്രസക്തമായിരിക്കുന്ന ഒരു ചിന്തയാണ് ഈ ആയത്തിലൂടെ പഠിപ്പിക്കപ്പെടുന്നത്. അത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവാണ്. അള്ളാഹിൻ്റെ ദീൻ്റെ മാർഗത്തിലുള്ള പ്രവർത്തനമാണെങ്കിലും ഈ ഒരു കൂട്ടായ്മ എപ്പോഴും അനിവാര്യമാണ് എന്നതിലേക്ക് ഒരു തെറ്റിപ്പിരിഞ്ഞ അല്ലെങ്കിൽ വേർതിരിഞ്ഞുള്ള പ്രവർത്തനത്തെക്കാൾ ഉപരി ഒരു സംഘമായിരിക്കുന്ന പ്രവർത്തനത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് എന്ന് സൂചിപ്പിക്കുകയും ചെയ്ത്, ഇതേ ആശയം തന്നെയാണ് സത്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഞാനിപ്പോൾ മറന്നു പോകുന്നതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ സൂചിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു ഹദീസാണ്, ഇമാമ് പറയൽ നിർബന്ധമാണ് എന്നാണ്. ഇമാമ് സുന്നത്തായ ഒരു കാര്യമാണ്. ഇത് ഇമാമ് നിൽക്കുന്ന ഒരാൾ പിന്നോട്ട് തിരിഞ്ഞോ അവിടെ നിന്നുകൊണ്ടോ പറയേണ്ട ഒരു സംസാരമാണത്രേ. സവ്വു സുഫൂഫക്കും, നിങ്ങൾ നിങ്ങളുടെ അണി ശരിപ്പെടുത്തുക എന്നുള്ളത്, അണികൾ ശരിപ്പെടുത്തുക എന്നുള്ളത്. ഫ ഇന്ന തസ്വിയത്ത സുഫൂഫ് മിൻ തമാമി സ്വലാത്ത്. സഫിൻ്റെ പൂർത്തീകരണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമസ്കാരത്തിൻ്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് എന്നാണ്. അപ്പോൾ അതിൽ നമുക്ക് കിട്ടുന്നൊരു വലിയ പാഠം എന്താണെന്ന് വെച്ചാൽ, അവിടെയും ശരിക്കും നമസ്കരിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമസ്കാരം എങ്ങനെ നിർവഹിച്ചു കഴിഞ്ഞാലും കൂലിയുള്ള കാര്യം തന്നെയാണല്ലോ അല്ലേ. ശരിക്കും ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ ജമാഅത്തായിട്ട് നമസ്കരിക്കുന്നതിനുള്ള കൂലിയെ പറ്റിയുള്ള പരാമർശവും ഞാൻ ഈ ഓതി വച്ചിരിക്കുന്ന ആയത്തുമായിട്ട് ബന്ധമുണ്ട്. സൂറത്തു സഫിലെ 4-ാമത്തെ ആയത്താണ് ഞാൻ ഓതിയത്. ആ ആയത്തുമായിട്ട് അതിനൊരു ബന്ധമുണ്ട്. ശരിക്കും നിങ്ങൾ അണിയണിയായിട്ട് അണി ചേർന്നുകൊണ്ട് നമസ്കരിക്കണം, ഗ്യാപ്പ് വരാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഒരു ഹദീസാണ് ഇവിടെ നമ്മൾ സാധാരണയായിട്ട് ഉദ്ധരിക്കപ്പെടാറുള്ളത്. അവിടെയും നമസ്കാരത്തിൽ എങ്ങനെയാണ്. ഇപ്പോൾ ഭക്ഷണത്തെ പറ്റി നിങ്ങൾ ചിന്തിച്ചൊന്നും അറിയില്ല. ഭക്ഷണം കഴിച്ചാൽ ഒറ്റയ്ക്ക് കഴിച്ചാലും ശരിക്കും ഭക്ഷണമാവുമല്ലോ അല്ലേ, ഒറ്റയ്ക്ക് കഴിച്ചാലും ഭക്ഷണമാവും ശരിക്കും. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബി വന്നുകൊണ്ട് പറഞ്ഞു, ഭക്ഷണം കഴിച്ചിട്ട് തീരെ ബർക്കത്ത് കിട്ടുന്നില്ല, ഭക്ഷണം കഴിച്ചിട്ട് ബർക്കത്ത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് സാധാരണ ഭക്ഷണം കഴിക്കാറുള്ളത്? അപ്പോൾ ഞാൻ ആദ്യം കഴിക്കും, എൻ്റെ ഇണ കഴിക്കും, പിന്നെ മക്കൾ കഴിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞ ഈ ഹദീസ് മതി ശരിക്കും നമ്മുടെ സംഘബോധത്തിൻ്റെ പ്രാധാന്യം വിളിച്ചറിയിക്കാൻ. അവിടെ എന്താ പറഞ്ഞോ, കുലു ജമീഅൻ വലാ തഫറഖു, നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുവിൻ, നിങ്ങൾ വേർതിരിയരുത്. ഫ ഇന്നൽ ബർക്കത മഅൽ ജമാഅ, ഫ ഇന്നൽ ബർക്കത മഅൽ ജമാഅ. അവിടെ ഭക്ഷണത്തെ പറ്റിയാണ് പറഞ്ഞതെങ്കിലും ഞാൻ ഈ ഹദീസിൻ്റെ ഒരു ശരിക്കുള്ള ഒരു വ്യാഖ്യാനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഭക്ഷണത്തെ സംബന്ധിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംഘബോധത്തെ പറ്റി പറഞ്ഞതെങ്കിലും അവസാനം പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് കോമൺ ആയ ഒരു ആശയത്തിലേക്ക് എത്തുന്നുണ്ട്. ശ്രദ്ധിച്ചില്ല നിങ്ങൾ? അതായത് ഭക്ഷണത്തിൽ നിങ്ങൾ ഒരുമിച്ച് കഴിച്ചോളി, നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല. ഫ ഇന്നൽ ബർക്കത്ത്, കോമൺ ആയിരിക്കുന്ന ബർക്കത്ത് എന്ന് പറയുന്നത് മഅൽ ജമാഅ, അത് സംഘത്തോടൊപ്പമാകുന്നു എന്നാണ്. അപ്പോൾ ഞാൻ ഓതിയിരിക്കുന്ന ഈ സഫിലെ 4-ാമത്തെ ആയത്ത് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്ന, പഠനവിധേയമാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ആയത്തും വേറിട്ട് പ്രവർത്തിക്കുന്നതിനേക്കാൾ കൂടുതലായിക്കൊണ്ടും ഒത്തൊരുമിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലാർഹമായിരിക്കുന്ന കാര്യമെന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിൻ്റെ ഇതേ ആയത്തിൻ്റെ വ്യാഖ്യാനം എന്നുള്ള അർത്ഥത്തിലല്ലെങ്കിലും വിശാലമായിരിക്കുന്ന ഒരർത്ഥത്തിൽ അത് സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് അങ്ങനെ ഒരു സംഘബോധത്തോടുകൂടിയുള്ള നീക്കം തന്നെ പാടില്ല എന്ന് പറയുന്നതിനോട് നമുക്കൊരിക്കലും യോജിക്കാൻ കഴിയില്ല. കുറച്ചുകൂടി മനോഹരമായ രൂപത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് കൂടി ചേർത്ത് വെക്കാൻ, യദുല്ലാഹി മഅൽ ജമാഅ, അത് കുറച്ചുകൂടി ഫിറ്റാണ്. അള്ളാഹുവിൻ്റെ സഹായം, അവിടെ കൈന്നാണ് ഉദ്ദേശം, അള്ളാഹുവിൻ്റെ സഹായം സംഘത്തിനാണെന്ന ആ സംഘബോധത്തിൽ എപ്പോഴും അള്ളാഹുവിൻ്റെ ബർക്കത്താണ്. ഞാൻ ഇതുമായി ചേർത്ത് വെക്കുന്ന ഹദീസുകൾ മൊത്തം ഞാൻ പറയുന്നില്ല, കാരണം വെച്ചാൽ അത് മൊത്തം നിങ്ങൾ കോട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരുപാട് ടൈമൊക്കെ വേണ്ടി വരും. ഇവിടെ ഞാൻ ഈ ആയത്തുമായിട്ട് ബന്ധപ്പെട്ട ആ സഫ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗത്തെ വിശദീകരിക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റിലീജിയസ് ക്ലാസ്സിൽ പോയ സന്ദർഭത്തിൽ എന്നോട് ഒരു സംഘബോധത്തെ പറ്റി സംസാരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, നിങ്ങളിങ്ങനെ ഈ ഒരു കൂട്ടായ്മയുണ്ടല്ലോ, ഇവിടെ പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന MGM അല്ലെങ്കിൽ MS ഒരു കൂട്ടായ്മയില്ലേ, ഈ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട് വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആനിൽ നിന്ന് ഒരായത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കോട്ട് ചെയ്യാൻ പറ്റുമെന്ന് വെറുതെ ഒന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചതാണ്.
ഒരായത്ത്. അതിൻ്റെ അറബി ഒന്നും പറയണ്ട, മലയാളം മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഒരു കുട്ടിയും പറഞ്ഞിട്ടില്ല. അത് അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു തലത്തിലേക്ക് ഞാനൊരു 3 ആയത്ത് അവർക്ക് പറഞ്ഞു കൊടുത്തു. ഈ ഒരു കൂട്ടായ്മയിലേക്ക് ആളുകൾ അടുത്തു വരാതിരിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ, എൻ്റെ കുടുംബം, എൻ്റെ പള്ളി. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വരുന്നു, ഞാൻ നേരെ പള്ളിയിലേക്ക് പോകുന്നു, ഞാൻ വീട്ടിൽ വരുന്നു, എൻ്റെ ജോലിക്ക് പോകുന്നു. ഇതോടുകൂടി തന്നെ എൻ്റെ എല്ലാ ബാധ്യതകളും കഴിഞ്ഞു. വേറൊരു കോമൺ ആയിരിക്കുന്ന ഒരു കൂട്ടായ്മയിൽ ഞാൻ അംഗമാവേണ്ടതില്ല എന്ന ഒരു ചിന്തയിലേക്ക് പുതിയ തലമുറയും കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. അതിന് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു വാക്കുകൂടി ചേർത്താൽ കുറച്ചുകൂടി ഫിറ്റായി തോന്നും. ഉമർ റളിയല്ലാഹുവിൻ്റെ ഒരു വാക്കുണ്ട്. അത് ചില ആൾക്കാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറയുന്നേക്കാം. ഉമർ റളിയല്ലാഹു അൻഹു ആണെന്ന് ഞാനത് പരിശോധിച്ചപ്പോൾ കണ്ടത്. ലാ ഇസ്ലാമ ഇല്ലാ ബിൽ ജമാ. ലാ ഇസ്ലാമ ഇല്ലാ ബിൽ ജമാ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സംഘമാണ്. വലാ ജമാ ഇല്ലാ ബിൽ ഇമാറ. ആ സംഘത്തിനൊരു നേതാവ് വേണം. വലാ ഇമാറ ഇല്ലാ ബിൽ ഇത്വാ. ആ സംഘത്തിൻ്റെ നേതാവിനെ നിങ്ങൾ അനുസരിക്കുകയും വേണം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ ഉദാഹരണം പറയുന്നത് മതപരമായിരിക്കുന്ന ഒരു ഭാഗമാണ് എന്ത്, ഈ സംഘം. ആ സംഘത്തിനൊരു നേതാവ് എപ്പോഴും ഉണ്ടാവും. ആ നേതാവിനെ നിങ്ങൾ അനുസരിക്കൽ നിർബന്ധമാണ്. അതൊരു കറുത്ത നീഗ്രോ അടിമയാണെങ്കിൽ പോലും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ അങ്ങനെ ഇരിക്കുക, ഒരു സദസ്സിൽ ഇരിക്കുക. പല ആൾക്കാരും ഈ സദസ്സിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട്, എഴുന്നേറ്റ് പോവാറുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അഥവാ നമ്മളങ്ങനെ നമുക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ തന്നെ നമ്മൾ ഇവിടെയുള്ള ഈ അമീറിൻ്റെ ഒരു അനുവാദം വേണം. ഇവിടെ ഇപ്പോൾ ഞാനാണ് അമീർ, തൽക്കാലം നമുക്ക് വെക്കാം. ഇവിടെ ഒരു പ്രസീഡിയത്തിൽ ഒരു അധ്യക്ഷൻ ഉണ്ട് എങ്കിൽ അദ്ദേഹം ഒരു അമീറാണ്. അപ്പോൾ നമ്മുടെ സാധാരണ യോഗങ്ങളിൽ നിന്നൊക്കെ കൗൺസിൽ ഉൾപ്പെടെയുള്ള സംഘത്തിലടക്കം ആളുകൾ ഇവിടെ വന്നിരിക്കുന്ന ആളോട് ചോദിക്കാതെ പോകും. എനിക്ക് പ്രത്യേകം അങ്ങോട്ട് പറയണമെന്ന് വെച്ചാൽ, അത് നമ്മൾ പോകുന്നത് കൊണ്ട് സംഘടനാപരമായിട്ടോ പ്രാസ്ഥാനികമായിട്ടോ ഒരു പ്രയാസം വരുന്നല്ല, ഒരു സുന്നത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചോദ്യം ചെയ്യുന്നത്. കാരണം ആ സുന്നത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അമീറായിരിക്കുന്ന ഒരാൾ ഉണ്ട് എങ്കിൽ ആ അമീറിനോട് അനുവാദം ചോദിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് നമ്മൾ ഒരു സുന്നത്ത് എന്നുള്ള അർത്ഥത്തിൽ അതിനെ കാണാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താറ്. ഇനി ഒരു കോമൺ ആയിരിക്കുന്ന ഒരു ചെറിയ സാധനം കൂടി, ഒരു ഉദാഹരണം കൂടി പറഞ്ഞാൽ എളുപ്പത്തിൽ മനസ്സിലാകും. എന്നെ മുമ്പ് ഈ ഒരു കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ പഴയകാല പണ്ഡിതന്മാർ എനിക്ക് പറഞ്ഞു തന്നൊരു ഉദാഹരണമാണ്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മൾ ആ ഉദാഹരണം കേൾക്കാത്തത് കൊണ്ട് ഞാനൊന്ന് പറയാം. സത്യത്തിൽ ഈ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ QRF എന്ന് പറഞ്ഞിരിക്കുന്ന ഈ സംഘം, ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ അതൊരു ബിൽഡിംഗ് പോലെയാണ്. ഒരു ബിൽഡിംഗ് പോലെയാണ്. ആ ബിൽഡിങ്ങിൽ അടങ്ങിയിരിക്കുന്ന ചേരുവകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. മണലുണ്ട്, മെറ്റലുണ്ട്, കല്ലുണ്ട്, സിമൻ്റ് ഉണ്ട്, എല്ലാമുണ്ട്. അത് വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഇട്ടാൽ ഇതൊരിക്കലും സെറ്റാവൂല. അതെൻ്റെ കയ്യിൽ വെച്ച് ഊതിപ്പറപ്പിക്കാൻ കഴിയുന്ന ഒരു സാധനമാണ് സിമൻറ്റ്. അത് നമുക്ക് ഊതിപ്പറപ്പിക്കാം. മണലും അതുപോലെ നമുക്ക് എടുക്കാം. ഒരു കല്ലൊക്കെ ആണെങ്കിൽ നമുക്ക്, ഒരു ചെറിയ മെറ്റലൊക്കെ ആണെങ്കിൽ, ഒരു കൊട്ടയൊക്കെ ആണെങ്കിൽ നമുക്ക് എടുക്കാൻ കഴിയും. എന്നാൽ ഒരു ഫ്രെയിം അടിച്ചിട്ട് ഈ അവിടെയും ഇവിടെയും ചെതറിക്കിടക്കുന്ന സാധനത്തെ എല്ലാം തന്നെ നിശ്ചിതമായ ഒരു ചേരുവയിൽ നമ്മളൊരു ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് നമ്മളാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് സെറ്റായി കഴിഞ്ഞാൽ ഈ കയ്യിലെടുത്ത് നടക്കുന്ന മാതിരി നമുക്ക് എടുക്കാൻ കഴിയില്ല. അതാണ് സംഘം എന്ന് പറയുന്നത്. അത് ചേരുമ്പം വലിയ കഴിവ്. അതിനെന്താ ഒരു ഉദാഹരണം? അത് മണലും മെറ്റലും സിമൻറ്റും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. എങ്ങനെ മനസ്സിലാവുമെന്നറിയോ? ഇവിടെ ഈ മണ്ഡലം അല്ലെങ്കിൽ ഈ ഒരു പ്രദേശം, ഈ പ്രദേശത്ത് ഇതിൻ്റെ ഒരു മുഖ്യ സംഘാടകനും എല്ലാ അർത്ഥത്തിലും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാൾ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും, എല്ലാ അർത്ഥത്തിലും. പക്ഷെ അദ്ദേഹത്തോട് ഇവിടെ വന്നിട്ട്, ഞാനിന്ന് ഇവിടെ യാത്രയിൽ വരാൻ കുറച്ച് ലേറ്റാകും, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ഒരു വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാൽ അദ്ദേഹം ഇവിടെ വന്ന് വേർക്കും. എന്നാലോ ഇവിടെ വരുന്ന മുഴുവൻ ആളുകൾക്കുമുള്ള ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞാലോ, അല്ലെ സൗകര്യം ചെയ്യണമെന്ന് പറഞ്ഞാലോ അദ്ദേഹത്തിന് കഴിയും. അദ്ദേഹം ഇതിലൊരു പ്രധാനപ്പെട്ട റോളാണ് ഇവിടെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ കൂട്ടായ്മൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പം ഞാൻ സാധാരണ പറയാറുണ്ട്, റെക്കോർഡിംഗ് ആയതുകൊണ്ടാണ്. നമ്മുടെ നാടുകളിലൊക്കെ ഈ ചില പ്രോഗ്രാമുകളൊക്കെ നടക്കുന്ന സമയത്ത്, അത് ചെറിയ പ്രോഗ്രാം ആണെങ്കിലും ശരി, അതിനെ വളരെ പെട്ടെന്ന് ഡിജിറ്റലൈസ് ചെയ്ത് പത്രങ്ങളിലേക്ക് കൊടുക്കുന്ന ഒരാളുണ്ട്. എന്ത് ചെറു. അപ്പോൾ ഞാൻ ആ വീട്ടിൽ പോയ സന്ദർഭത്തിൽ ഒരു വലിയ ഉയരത്തിൽ തന്നെ ആ പേപ്പറിൻ്റെ ന്യൂസുകൾ കാണാൻ പറ്റും. നിങ്ങളും ഞാനും ഇവിടുത്തെ ഈ പ്രോഗ്രാം കൊടുക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ അങ്ങനെ കാണാറില്ല, ഷബാബ് പോലും കാണാറില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം. ഞാനൊരു പ്രോഗ്രാമിന് തൊട്ടടുത്ത് വന്നു കഴിഞ്ഞാൽ എന്നോട് പറയും, അവിടുത്തെ പ്രാദേശിക ലേഖകന്മാരോട് നിങ്ങൾ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി പറയും. അദ്ദേഹം സത്യത്തിൽ ഈ കൂട്ടായ്മയിലെ പ്രധാനപ്പെട്ട ഒരംഗമാണ്.
ഇനി ഞാൻ ഒന്നുകൂടി എനിക്ക് ഒരു ആത്മബന്ധമുള്ള ഒരാൾ എന്നുള്ള അർത്ഥത്തിൽ ഞാൻ എൻ്റെ നാട്ടുകാരനായിരിക്കുന്ന ഒരാളെ ഇവിടെ ഉദ്ധരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുകൊണ്ട് ഞാനവിടെ ഉദ്ധരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം വളരെ കുറവാണ്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു 4ാം ക്ലാസ്സാണെന്ന് എൻ്റെ ഓർമ്മ. അദ്ദേഹം ശരിക്ക് ഞങ്ങളുടെ നാട്ടിലെ പള്ളിയുടെ കണക്ക് അദ്ദേഹമാണ് നോക്കുന്നത്. പള്ളീൻ്റെ കണക്ക് അദ്ദേഹം നോക്കുന്നത്. ഒരു ഓഡിറ്റർ വന്നിട്ട് ആരാണ് നിങ്ങളുടെ കണക്ക് ചെക്ക് ചെയ്തെന്നാണ് നോക്കിയത്. നിങ്ങളുടെ കണക്ക് ആരാണ് നോക്കുന്നതെന്ന് ഒരിക്കൽ ചോദിച്ചു കഴിഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ കഴിവാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു 10-25-30 കൊല്ലമായിക്കൊണ്ട് ആ പള്ളിയുടെ ട്രഷറർ മൂപ്പരാണ്. ആ സ്ഥാനത്തേക്ക് വേറെ മത്സരമല്ല. സംഘടനാപരമായ ചില ഇഷ്യൂ ഉണ്ടായ സന്ദർഭത്തിൽ ഒഴിച്ചിട്ട ഒരു പോസ്റ്റുണ്ട്. നമ്മുടെ KK മുഹമ്മദ് സുല്ലമിക്ക് ഫുഡിൻ്റെ ആ ഒരു ഭാഗം ഒഴിച്ചിടുന്ന മാതിരിയാണ്. അദ്ദേഹത്തിനാണ് അത്. അദ്ദേഹം മാത്രമാണ് ചെയ്യുക. പക്ഷെ എൻ്റെ ഇത്രയും കാല അനുഭവത്തിൻ്റെ ഇടയ്ക്ക് ഈ മൈക്കിൻ്റെ മുമ്പിൽ അദ്ദേഹം വന്ന് നിന്ന് സംസാരിച്ചത് ഞാൻ കണ്ടിട്ടേയില്ല. പക്ഷെ അദ്ദേഹം ഈ കൂട്ടായ്മയിലെ നമ്മൾ നേരത്തെ പറഞ്ഞ മണൽ പോലെ മെറ്റൽ പോലെയുള്ള, അപ്പോൾ അദ്ദേഹം ഒരു മൂലയിൽ, ഇവിടെ പത്ര റിപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ വേറൊരു മൂലയിൽ, അത്യാവശ്യം ഓർഗനൈസ് ചെയ്ത് സാമ്പത്തികമായി സഹായിക്കുന്ന ആൾ ഒരു മൂലയിൽ, ഇവരെല്ലാവരും ചെതറിക്കടന്നു കഴിഞ്ഞാൽ ഈ സമൂഹത്തിന് ഇതുകൊണ്ട് ഉപകാരപ്പെടുമോ? ഇല്ല. ഇതെല്ലാവരും കൂടി ഈ ഫ്രെയിമിലേക്ക് കടന്നു വരുമ്പോഴാണ് ഈ ഫ്രെയിം സെറ്റാവുന്നത്. അതുകൊണ്ടാണ് ഓരോരുത്തർക്കുമുള്ള കഴിവ് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു കൂട്ടായ്മക്ക് നമ്മളെപ്പോഴും എന്ത് പറയും? സംഘം എന്ന് പറയും. അവരെപ്പോഴും ചേർന്ന് നിൽക്കണം എന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന ആയത്തിൻ്റെ ഏറ്റവും പ്രസക്തമായിരിക്കുന്ന ഒരു ഭാഗം. ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. 2-3 പോയിന്റ് പറയാണ്ടല്ലോ. ഇനി നമ്മൾ നോട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു ആയത്താണ്, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ആയത്ത്, 3-ാമത്തെ സൂറയിലെ 104-ാമത്തെ ആയത്ത്, ആൽ ഇംറാനിലെ 104-ാമത്തെ ആയത്ത്. ആ ആയത്ത് മതി ശരിക്ക് നമ്മുടെ ഈ ഒരു കൂട്ടായ്മയും സംഘബോധത്തെയും സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആയത്ത്. വൽ തകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു വിഭാഗം ഉണ്ടാകട്ടെ, ഒരു സമൂഹം ഉണ്ടാവട്ടെ എന്നുള്ളതാണ് പ്രയോഗമാണ്. ആ പ്രയോഗത്തിൻ്റെ ഭാഷാപരമായിരിക്കുന്ന ഒരു പ്രയോഗം കൂടി അവിടെ വേറെയുണ്ട്. അവിടെ യദുഉ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം പറഞ്ഞിട്ട് യദുഊന എന്ന് പറഞ്ഞാൽ ഒരാൾ വിളിക്ക് അങ്ങനെയല്ല നമ്മൾ യദുഊന എന്ന് പറയാം. അവിടെ എന്താ വെച്ചാൽ ഈ വിഭാഗത്തിൻ്റെ ക്വാളിറ്റി, വ്യക്തിയല്ല, ഈ സംഘത്തിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ അവർ ആ സംഘം എപ്പോഴും നന്മയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന 3:104 വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. അവർ തിന്മയെ വിരോധിക്കുകയും ചെയ്യും. ശരിക്കും ഈ ആയത്ത് മതി നമ്മുടെ ഈ ഒരു കൂട്ടായ്മക്ക് മതപരമായിട്ട് വല്ല തെളിവുമുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇത് മതി. ഈ കൂട്ടായ്മക്ക് നമുക്ക് സദലെന്ന് മതി, ഈ ആയത്ത് തന്നെ മതിയാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങളിൽ നിന്നൊരു വിഭാഗമുണ്ട്. ഈ ആയത്തിനൊരു പ്രസക്തിയുണ്ട്. CP ഉമർ സുല്ലമിയൊക്കെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ എപ്പോഴും പറയുന്നൊരു കാര്യം, ആദ്യമായിട്ടൊരു പണ്ഡിത സഭ ഉണ്ടാക്കാൻ വേണ്ടി ഈ ആയത്താണ് കോട്ട് ചെയ്തത്. അന്ന് മൗലവി കോട്ട് ചെയ്ത ആയത്ത് അല്ലേ, ആ ആയത്ത് കോട്ട് ചെയ്തു. പക്ഷേ അവിടുന്ന് പരാമർശിക്കപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി, ഞങ്ങൾ ദലീലാണ് ചോദിച്ചത് എന്നാണ് പറഞ്ഞത് അല്ലേ. വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആനിൻ്റെ ഈ ആയത്ത് ആ പണ്ഡിത സഭയിൽ വെച്ചുകൊണ്ട് ഒരു സംഘം ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ധരിച്ചപ്പോൾ ദലീൽ വേണം എന്ന് പറഞ്ഞു. വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആനെ ദലീലായിട്ട് പോലും തെളിവായിട്ട് പോലും അംഗീകരിക്കാത്ത ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. അന്നും പണ്ഡിതന്മാർ ഓതിയിരിക്കുന്ന പ്രധാനപ്പെട്ട ആയത്താണ് 3:104. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു സംഘമുണ്ടാവട്ടെ, ആ സംഘം നന്മയിലേക്ക് ക്ഷണിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമായിട്ട് മാറണം എന്നുള്ളത്. നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമകാല ലോകത്ത് നിരവധി പ്രശ്നങ്ങളെ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കൂട്ടായി നിന്നിട്ട് പോലും നമുക്ക് ചെയ്യാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരാളൊന്നും ഒരിക്കലും ചെയ്താൽ തീരാത്തത്ര പണികൾ നമുക്ക് ധാരാളം നമ്മുടെ മുമ്പിലുണ്ട്. അവിടെ നമുക്ക് കൂട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ നമുക്ക് നേടാൻ കഴിയുന്ന ഒരുപാട് പുണ്യകർമ്മങ്ങൾ, പ്രത്യേകിച്ച് ആകാശത്തിൻ്റെ ചുവട്ടിലെ ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന ദഅവത്ത് എന്ന് പറഞ്ഞ ഖുർആൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഭാഗമല്ലേ, അതിനെ നമുക്ക് ഉപയോഗപ്പെടുത്താനും ഈ കൂട്ടായ്മ അനിവാര്യമാണ് എന്നുള്ളതാണ് 3-ാമത്തെ സൂറയിലെ 104-ാമത്തെ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി നമ്മുടെ കേരളീയ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കി. വക്കം അബ്ദുൽ ഖാദർ മൗലവി ജനിച്ചത് തിരുവനന്തപുരത്താണ്. MK ഹാജി ഇവിടെ ഈ ഏരിയയിലാണ്, നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഏരിയയിലാണ്. NV അബ്ദുസ്സലാം മൗലവി അരീക്കോടാണ്. അരീക്കോടിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ധാരാളം അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ തിരൂരങ്ങാടി ഏരിയയിലും നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ട്. വക്കം അബ്ദുൽ ഖാദർ മൗലവി ജനിച്ച അല്ലെങ്കിൽ വളർന്ന പ്രദേശമാണ് തിരുവനന്തപുരം. പക്ഷെ അവിടെ നിങ്ങൾ നോക്കി, സ്ഥാപനങ്ങൾ വളരെ കുറവാണ്. നിങ്ങളതിനെപ്പറ്റി അന്വേഷിച്ചോ എന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു ചെറിയ അന്വേഷണം, ഗവേഷണമല്ല,
ഒരു അന്വേഷണം മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ, ഏറ്റെടുത്ത് നടപ്പാക്കാൻ അവിടെ ആരുണ്ടായില്ല. ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ അവിടെ ഒരു സ്ഥാപനം ഉയരാതെ പോയി. എന്നാൽ അരീക്കോട്, എടവണ്ണ, തിരുരങ്ങാടി പോലെയുള്ള പ്രദേശത്ത് ഈ സംഘമായിട്ട് മാത്രം നിൽക്കാതെ അതിശക്തമായിരിക്കുന്ന പിന്തുണ ഒരു ഭാഗത്ത് കൊടുക്കാനുണ്ടായപ്പോൾ വലിയ വലിയ സ്ഥാപനങ്ങൾ, മാറ്റങ്ങൾ ഉണ്ടാവാൻ കഴിഞ്ഞു. അതാണ് ഈ സംഘത്തിൻ്റെ വലിയ പ്രത്യേകത. ഒറ്റക്കുന്ന ഒരിക്കലും നടക്കാത്ത ഒരു കാര്യം നമുക്ക് പറയാം. ഉത്തരേന്ത്യയിൽ നിങ്ങൾ പോയി നോക്കി, മുസ്ലിങ്ങൾ എണ്ണം കുറവായിട്ടല്ലല്ലോ, ഇപ്പോഴും ചാക്കിൽ പുസ്തകങ്ങൾ പൊതിഞ്ഞ് ആ ചാക്ക് തന്നെ മടക്കിയിരുന്ന് ബെഞ്ച് പോലെയാക്കി ഇരിക്കുന്ന നിരവധി പേർ ഉത്തരേന്ത്യയിലുണ്ടല്ലോ. എന്താണ് അവിടെ പറ്റിയത് എന്നുള്ളത് അന്വേഷിച്ചിട്ടുണ്ട്, പഠനം നടത്തിയിട്ടുണ്ട്. നമ്മുടെ ഫോക്കസിനെ പോലെയുള്ള നമ്മുടെ പഴയ നമ്മുടെ ഇന്ത്യൻ ഇസ്ലാഹി മൂവ്മെൻ്റൊക്കെ നല്ല അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. നമ്മളിവിടെ നടത്തിയിരിക്കുന്ന ഈ കൂട്ടായ്മയില്ലേ, ഈ ശാസ്ത്രീയമായിരിക്കുന്ന കൂട്ടായ്മ, ഈ കൂട്ടായ്മ ഇല്ലാതെ പോയത് കൊണ്ടാണ് അവിടെ ഒരു പുരോഗതി ഇല്ലാതെ പോയത് സത്യത്തിൽ. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ശക്തമായ കൂട്ടായ്മയും പിന്തുണയും ഉണ്ടായത് കൊണ്ടാണ് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അത് നമ്മൾ മനസ്സിലാക്കണം. സ്ത്രീധനത്തിനെതിരെ നമ്മൾ ശബ്ദിച്ചു, കൂട്ടായിട്ട് സംസാരിച്ചത്, കൂട്ടായിട്ട്. അന്ധവിശ്വാസങ്ങൾക്കെതിരെ നമ്മൾ ശക്തമായിട്ടാണ് ഇത് സംസാരിച്ചത്, കൂട്ടായിട്ട്. എന്തൊക്കെ മാറ്റമുണ്ടായി? കേരളീയ സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്ന മാറ്റത്തെപ്പറ്റി ഞാൻ സംസാരിക്കാൻ തുടങ്ങിയാൽ ഒരിക്കലും നിൽക്കൂലല്ലോ. സ്ത്രീകളുടെ എഴുത്തും വായനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ എത്ര വിപ്ലവം ഉണ്ടാക്കി. പള്ളിയിലെ സ്ത്രീകൾക്ക് ജുമുഅ ജമാഅത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര വാദപ്രതിവാദം നടത്തി. ഈ കൂട്ടായ്മ തന്നെയല്ലേ നടത്തിയത്. ആ ശക്തമായിരിക്കുന്ന പോരാട്ടം കൊണ്ട് കേരളീയ സമൂഹത്തിന് വിപ്ലവകരമായിരിക്കുന്ന മാറ്റമുണ്ടായി. അന്നൊക്കെ ഓരോരുത്തരും ഓരോരോ മൂലയിൽ പോയി ഇരുന്നാലോ, നമ്മുടെ പണ്ഡിതന്മാരെല്ലാവരും ഒരു സംഘമുണ്ടാക്കാതെ, ഒരു കൂട്ടായ്മ ഉണ്ടാക്കാതെ ഓരോ മൂലയിൽ പോയിരുന്നാലോ, അങ്ങനെ മൂലയിൽ പോയിരുന്ന ആളുകളുള്ള നാട്ടിൽ ഒരു പുരോഗതിയുമില്ലാതെ പോയി. ഒരു നേതൃത്വം, ആ നേതൃത്വമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതാണ് ഉത്തരേന്ത്യക്ക് നഷ്ടപ്പെട്ടു പോയത്. ഒരു നല്ല ദൈക്ഷണികമായിരിക്കുന്ന നേതൃത്വം കൊടുക്കാനല്ല. കേരളത്തിൽ നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളോളം, ഞാൻ KP തൽക്കാലം ഉദ്ധരിക്കുകയാണ്, KP മുഹമ്മദ് മൗലവി ദൈക്ഷണികമായിരിക്കുന്ന പണ്ഡിതോചിതമായിരിക്കുന്ന നേതൃത്വം കൊടുത്തപ്പോൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും കൂടുതൽ വളർച്ചയുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിട്ട് ആ കാലഘട്ടം രേഖപ്പെടുത്തപ്പെട്ടു. എന്താണെന്നറിയോ? അങ്ങനെ ഒരു നേതൃത്വമായിരുന്നു. പിന്നീടുള്ള വളർച്ചയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് വേറൊരു ചർച്ച നടത്താം. ഇവിടെ എല്ലാം തന്നെ നമ്മുടെ ഈ കൂട്ടായ്മ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് മാറ്റമുണ്ടായത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ അനുസരിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? മുന്നോട്ട് പോകാനും കഴിയും എന്നാണ് ഇതുമായി ചേർത്ത് വെച്ചുകൊണ്ട് സൂചിപ്പിക്കുവാനുള്ളത്. ഇനി നോട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട 2 ആയത്തുകൾ പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. ഒന്ന് സൂറ ആൽ ഇംറാനിൽ തന്നെ 103-ാമത്തെ ആയത്ത്, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ആയത്താണ്. വഅത്തസിമു ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖു. അള്ളാഹുവിൻ്റെ പാശത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക, നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല. ഒരിക്കൽ ഞാൻ ഈ ആയത്ത് ഉദ്ധരിച്ചപ്പം ഒരാളെന്നോട് പറഞ്ഞു, നിങ്ങൾ തന്നെയാണ് ഈ ആയത്ത് ഓതേണ്ടതെന്ന് പറഞ്ഞു. നിങ്ങൾ തന്നെയാണ് ഈ ആയത്ത് ഓതേണ്ടത്. പക്ഷേ ഈ ആയത്തിൻ്റെ വ്യാഖ്യാനം അവർ മനസ്സിലാക്കിയിട്ടില്ല. അള്ളാഹുവിൻ്റെ ഇവിടെ ശ്രദ്ധിക്കണം, നിങ്ങൾ അള്ളാഹുവിൻ്റെ പാശത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം. വഅത്തസിമു ബിഹബിലില്ലാഹി ജമീഅൻ. ആ ഹബിൽ എന്ന് പറഞ്ഞാൽ വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആൻ ഉൾപ്പെടെയുള്ള പ്രമാണങ്ങളാണ്. ആ വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആൻ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഐക്യമാണ് വേണ്ടത്. അപ്പോൾ മാത്രമേ ഈ സമൂഹത്തിൽ എന്തുണ്ടാവുള്ളൂ? പുരോഗതി ഉണ്ടാവുള്ളൂ. അല്ലേ ഉണ്ടാവുന്ന എന്താ അറിയോ? കുറേ ആൾക്കൂട്ടം ഒരുമിക്കും, പക്ഷേ തനതായിരിക്കുന്ന ഇസ്ലാമിൻ്റെ സന്ദേശമോ ആദർശത്തിൻ്റെ സന്ദേശമോ ഒരാൾക്കും പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആൻ മുറുകെ പിടിച്ചത് കൊണ്ടാണ് നമുക്ക് വീണ്ടും ഒരു കൂട്ടായ്മ ഉണ്ടാക്കേണ്ടി വന്നത്. പല ആളുകൾ നമ്മോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനായിരുന്നു ഇത് വേർപ്പെട്ടത്? സാഹചര്യവും സമ്മർദ്ദവും അല്ല, ഒരു വിഷയവുമായിട്ടൊരു ബന്ധമുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകാൻ വേണ്ടി പറയല്ല, ഒരു വിഷയവുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് പറയാണ്. ഒരു ജമാഅത്തിനെ വേർപിരിച്ചിരിക്കുന്ന ആളുകൾ എന്ന് നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ ഞാൻ ഈ ആയത്ത് കോട്ട് ചെയ്യുന്നു. ഭിന്നിക്കരുത് എന്ന് പറഞ്ഞ ആയത്തിനാണ് ഞാൻ കോട്ട് ചെയ്തത്. വഅത്തസിമു, നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം, മുറുകെ പിടിക്കണം. ബിഹബിലില്ല, അള്ളാഹുവിൻ്റെ പാശത്തെ മുറുകെ പിടിക്കണം. അള്ളാഹുവിൻ്റെ പാശത്തെ നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ ചില ആയത്തുകൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന വ്യാഖ്യാനം, പൂർവികരായിരിക്കുന്ന പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന വ്യാഖ്യാനത്തിൽ തന്നെ നിൽക്കാൻ നമുക്ക് കഴിയണം. ഞാൻ ആ വിഷയത്തിലേക്ക് പോയാൽ മാറിപ്പോകുന്നതുകൊണ്ടാണ്. ഒരുപാട് ആയത്തുകൾ നമ്മളിന്ന് കേരളീയ സമൂഹത്തിൽ നമ്മുടെ പ്രാസ്ഥാനികമായിരിക്കുന്ന പ്രതിസന്ധികളുണ്ടായ സന്ദർഭത്തിൽ നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഓതിയിരിക്കുന്ന ചില ആയത്തുകൾ, ആ ആയത്തുകളുടെ വ്യാഖ്യാനം പച്ച മലയാളത്തിൽ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരുപാട് ആശയമുണ്ട്. ആ ആശയത്തിലേക്ക് ഒരാൾ വരാത്ത കാലത്തോളം അവരുമായിട്ട് നമുക്ക് ആശയ തലത്തിൽ എന്ത് ചെയ്യാൻ കഴിയില്ല? യോജിച്ച് നിൽക്കാൻ കഴിയില്ല. മനസ്സിലായിട്ടുണ്ടാവും തോന്നൂല്ലേ? അതൊരു സങ്കീർണമായ കേസല്ല.
അപ്പോൾ ഈ ആയത്ത് തന്നെയാണ് നമുക്കതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് മനസ്സിലാക്കുക. 3-ാമത്തെ സൂറയിലെ 103-ാമത്തെ ആയത്ത്. ഇനി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരായത്ത് നമുക്ക് കുറച്ചുകൂടി സംഘമായിട്ട് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണമെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി സൂറ അത്തൗബയിലെ 122-ാമത്തെ ആയത്ത്. സൂറ അത്തൗബ 122-ാമത്തെ ആയത്ത്. വമാ കാനൽ മുഅ്മിനൂൻ ലിയൻഫിറു കാഫ ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖ മിൻകും ത്വായിഫത്തുൻ ലിയതഫഖഹു ഫിദ്ദീൻ. നിങ്ങൾ യുദ്ധത്തിന് പോകുന്ന സമയത്ത് എല്ലാവരും കൂടി അങ്ങോട്ട് പോകാൻ പാടില്ല. ഒരു ത്വായിഫത്ത്, ഒരു സംഘം എപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചുറ്റിപ്പറ്റി ഉണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചുറ്റിപ്പറ്റി ഉണ്ടായിരിക്കണം. കാരണം എന്താ അറിയാമോ? ആ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്നത് എന്തിനാണെന്നറിയാമോ? വലിയുൻദിറു ഖൗമഹും ഇദാ റജഉ ഇലൈഹിം ലഅല്ലഹും യഹ്ദറൂൻ. ഒരു വിഭാഗം മടങ്ങി വരുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ നിന്ന് കിട്ടിയിരിക്കുന്ന വൈജ്ഞാനികമായിരിക്കുന്ന ആ വിജ്ഞാനമുണ്ടല്ലോ, അത് നിങ്ങൾ പകർന്നു കൊടുക്കാൻ വേണ്ടി ഒരു ത്വായിഫ് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ത്വായിഫ് എപ്പോഴും എന്ത് ചെയ്യണം? ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞു. ആ പോക്കിനെ പറ്റി തന്നെ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞതെന്നറിയോ? ഒരു സംഘമായിട്ടുള്ള പോക്ക്, സംഘമായിട്ട് ഇവിടെ കൂടിയിരിക്കൽ, ആ ഇരുന്നു കൊണ്ടുള്ള ഒരു പഠനം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണേ, പള്ളിയിൽ ഒരു വിഭാഗം ആളുകൾ ഇരിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു ഹദീസുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുള്ള ഹദീസാണ്. കുറച്ചാളുകൾ പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആൻ പാരായണം ചെയ്യുന്നു. അവരത് പഠിക്കുന്നു, ചർച്ച ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ മാലാഖമാർ അവർക്ക് വേണ്ടി പ്രത്യേകമായിരിക്കുന്ന പ്രാർത്ഥന നൽകുന്നു. അവർക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നു. ആ കൂട്ടത്തിൽ പറഞ്ഞ കൂട്ടത്തിലും ആ കൂട്ടായി ഇരുന്നു കൊണ്ടുള്ള ഒരു പഠനത്തിലേക്ക് സൂചന നൽകുന്ന ഒരു ആയത്തുണ്ട്. അത് ഞാൻ ഇവിടെ സൂചിപ്പിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ ഒരു ത്വായിഫത്ത്, വ്യക്തിയല്ല, ഒരു സംഘമായിട്ട് ഇരുന്നു കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ നിന്ന് വിജ്ഞാനം പരമാവധി ശേഖരിക്കുകയും വരുന്ന ആളുകൾക്ക് മാറി 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 നിന്നുകൊണ്ട് നിങ്ങൾ ആയത്തുകൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയും റസൂലിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ആശയങ്ങൾ പരമാവധി പറഞ്ഞു കൊടുക്കാനും നമ്മൾ പ്രത്യേകം തയ്യാറാവണം എന്ന് വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആൻ ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന ആയത്ത്, ഇതുവരെ പറഞ്ഞിരിക്കുന്ന ആയത്ത് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്. ഇത് ആയത്തല്ലാത്ത കുറച്ച് ആയത്തുകളുണ്ട്. ഞാൻ ഏറ്റവും പ്രാധാന്യമുള്ള ആയത്തെടുത്താണ്. ഒന്ന് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ സൂറ അസ്സഫിലെ 4-ാമത്തെ വചനം. ആയത്ത് ഏതായിരുന്നു നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? ഇന്നല്ലാഹ യുഹിബ്ബുല്ലദീന യുഖാതിലൂന ഫി സബീലിഹി സൊഫൻ കഅന്നഹും ബുനിയാനുൻ മർസൂസ് ആണ്. ബുനിയാൻ എന്ന് പറഞ്ഞാൽ കെട്ടിടം പോലെ. മറ്റൊന്ന് 3-ാമത്തെ സൂറയിലെ 104-ാമത്തെ ആയത്ത്. ഏതാണ്? വൽ തകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ എന്ന് പറഞ്ഞ ആയത്ത്. 3-ാമത്തെ ആയത്ത് സൂറ ആൽ ഇംറാനിലെ 103-ാമത്തെ ആയത്ത് വഅതസിമു ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖു. 4-ാമത്തെ ആയത്ത് സൂറ തൗബയിലെ 122-ാമത്തെ ആയത്തുകൾ. ഞാൻ ഇവിടുത്തെ സദസ്സിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അപ്പോൾ ആ കൂട്ടത്തിൽ ഒന്നുകൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ അത്യാവശ്യം ഉത്ഭുതരായി മാറും. എപ്പോഴെന്നറിയോ? നിങ്ങളൊരു നല്ലൊരു ഡയറി തയ്യാറാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ മാത്രമുള്ള വിഭവങ്ങൾ നല്ല നല്ല പണ്ഡിതന്മാർ ഇവിടെ വന്ന് അവതരിപ്പിക്കാറുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്ക് ഒരു പ്രഭാഷകനേക്കാൾ ഉപരി വ്യത്യസ്ത വിവിധങ്ങളായിരിക്കുന്ന വിഷയങ്ങളിൽ നല്ല നല്ല പണ്ഡിതന്മാർ വിഷയം അവതരിപ്പിക്കുമ്പോൾ അതെല്ലാം കേൾക്കാൻ സൗഭാഗ്യം കിട്ടുന്ന ഒരാളാണ്. ഞങ്ങൾക്കൊക്കെ അത് പൊതുവേ കുറവായിരിക്കും. പിന്നെ യൂട്യൂബാണ് നമ്മൾ, അല്ലെങ്കിൽ വായനയാണ്. പക്ഷേ നിങ്ങൾ അങ്ങനെ ഒരു സൗഭാഗ്യവാന്മാരൂടെയാണ് നിങ്ങൾ. ശരിക്കും ഒരാഴ്ചത്തെ ക്ലാസ് ഇനി ഇവിടെയുള്ള ഒരാൾ കൂടി എടുക്കണം എന്നുകൂടി ഞാൻ എന്ത് ചെയ്യാണ്, ഒരാവശ്യമായിട്ട് ഞാൻ ഉന്നയിക്കുകയാണ്. കാരണം അത്രമാത്രം വിഭവങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്.